ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു വലിയ പരീക്ഷണം നടത്തുകയാണ്. ഗെറ്റിംഗ് ഇൻ ടു അ ഡെയിലി വ്ളോഗ്. ഭയങ്കര ഈസിയാണെന്നാണ് വിചാരിച്ചത്. നമ്മൾ ഓരോരുത്തരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ സംഭവം ഭയങ്കര ഈസിയാണെന്നൊക്കെ വിചാരിക്കും. സ്വയം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇറ്റ്സ് ടു ടഫ് എന്ന്. അപ്പം ഞാനിന്ന് വൈകിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലേക്ക് മെല്ലെ പോവാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡി ആവണം, കുറച്ച് ഷോട്ട് എടുക്കാമെന്ന്. ബട്ട് എടുത്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ വൃത്തിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വലിയ തിരക്കേടില്ലാത്ത കുറച്ച് ക്ലിപ്സ് മാത്രം ആഡ് ചെയ്യുന്നു. അങ്ങനെ ഈ ഇടയായിട്ട് എനിക്ക് വന്നൊരു ഹാബിറ്റാണ് ഈ പോണി ടെയിൽ. സംഭവം ഭയങ്കര ഈസിയാണ്. ഒന്നാമത് എനിക്ക് മുടി കെട്ടാൻ അറിയില്ല എന്ന് എൻ്റെ കൂടെ 2 ദിവസം നിന്ന് എല്ലാവർക്കും മനസ്സിലാവും. മുന്നേ ഇതൊക്കെ പരാതി പറഞ്ഞിരുന്നത് എൻ്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ടായ ജിൻസിയാണ്. പിന്നെ രശ്മി ആൻറ്റി പറയുമായിരുന്നു, തേജു എപ്പോഴും പറയും, തേജുവിൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനും എപ്പോഴും പറയും. അപ്പോൾ പോണിറ്റെയിലേക്ക് കയറിയപ്പോൾ ആർക്കും വലിയ പ്രശ്നമില്ല. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അവിടെ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ വന്നു. ഇത് ചേട്ടൻ്റെ കസിൻസാണ്. അപ്പോൾ അവരെ പിക്ക് ചെയ്തു. ചേട്ടനെയും പിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മൂവിയും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെ പിക്ക് ചെയ്ത് നമ്മൾ ചെറുതുരുത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതുരുത്തിയിലെ ഹംദി കുഴിമന്തിയാണ് ദേവികയുടെ തറവാട് എന്നറിയപ്പെടുന്നത്. അവിടുത്തെ മന്തിയാണത്രേ അടിപൊളി. സോ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പുറത്തുനിന്നുള്ള ആൾക്കാർ ഡിമ്മാക്കി തരത്തുമില്ല, നമുക്ക് കണ്ണ് കാണുമില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് ചെറുതുരുത്തി സെൻറ്ററിലേക്ക് കയറി. ഇനി ഇവിടെ നിങ്ങളുടെ കുറച്ച് ഫുഡ് സ്പോട്ട്സ് മാത്രമാണ്, ഫുഡിൻ്റെ സ്പേസ് മാത്രമാണ് ഇത്രയും ഏരിയ. പല പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം അതിൽ നമുക്ക് കയറേണ്ടത് കാണുന്ന മഞ്ഞ വെളിച്ചമുള്ള സ്ഥലത്താണ്. അതിൻ്റെ മേലത്തെ സീറ്റിംഗ് അടിപൊളിയാണ്. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം എന്ന് വെച്ചിട്ട് അങ്ങോട്ട് തന്നെ പോയി കാറ് പാർക്ക് ചെയ്തു, ഇറങ്ങി. ഇതാണ് സ്പോട്ട്. 3 ഫ്ലോറാണ്. നമുക്ക് 3rd ഫ്ലോർ, 2nd ഫ്ലോറിലാണ് ഇരിക്കേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് 2nd ഫ്ലോറിൽ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചേട്ടനെ വെയിറ്റ് ചെയ്തു. ആളെത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കയറാമെന്ന് വിചാരിച്ച് മെല്ലെ നമ്മൾ മേലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ മേലേക്ക് കയറി. അപ്പോൾ ഓൾറെഡി അപ്സ്റ്റേഴ്സിലിരിക്കാമെന്ന് തീരുമാനമായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇത് രണ്ടും ആളുടെ സിസ്റ്റേഴ്സാണ്. ഇനി മേലെ എത്തിക്കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷൻ എവിടെ ഇരിക്കും എന്നുള്ളതാണ്. ഇവിടെ 2 കൈൻഡ് ഓഫ് സീറ്റിംഗ് ഉണ്ട്. താഴെ അതിനെന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താഴത്തെ സോഫ ഹുക്കൊക്കെ വെച്ചിട്ടുള്ള സൈഡ് ഉണ്ട്. അതല്ലാതെ പിന്നെ നോർമൽ ടേബിൾസ്. ഇപ്പോൾ ദേവിക പറഞ്ഞു അവിടെ ഇരിക്കാം, കുഞ്ഞു പറഞ്ഞു ഇവിടെ ഇരിക്കാം. ഫൈനലി നമ്മൾ പറയുന്ന ആൾ നവീൻ, അപ്പോൾ അവൻ പറഞ്ഞ സ്ഥലത്തിരിക്കാമെന്ന് തീരുമാനമായി. അപ്പോൾ ഇവർക്ക് 2 പേർക്കും കുറച്ച് വിസമ്മതം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ്. അപ്പം അത് കേൾക്കാതെ അവൻ പറഞ്ഞ സ്ഥലത്തിരിക്കുകയാണ്. കുറച്ച് എസ്തറ്റിക് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കാം. ദേവിക ആരെയോ വിളിച്ച് ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ചേട്ടൻ മെനു കാർഡ് കൊടുന്ന് വന്നു. ഇവിടെ പിന്നെ മന്തിയാണ്, ഹംദി കുഴിമന്തിയാണല്ലോ. സോ മന്തി. ദേവിൻ്റെ എന്തൊക്കെയോ കമൻ്ററിയാണ് നടക്കുന്നത്. അത് ഞാൻ വിചാരിച്ചു ഓൺ വോയിസിലിടാമെന്ന്. പിന്നെ വേണ്ട, ആദ്യത്തെ പരിശ്രമമല്ലേ, ഇത് ഓൺ വോയിസിലിട്ടാൽ ചിലപ്പോൾ ഭയങ്കര അലമ്പായി പോവും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വാട്ടറിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഇവർ നമുക്ക് നോർമൽ വാട്ടറിന് പകരം വിത്ത് മിൻറ്റ് ആൻഡ് ലെമൺ ഇട്ട വാട്ടർ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്യൂസ്ഡ് ഫ്ലേവർ ഉണ്ടാവും, വിച്ച് ഇസ് നൈസ്. അപ്പോൾ അത് സെർവ് ചെയ്തിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തു അൽഫാം മന്തി മതി. പിന്നെ അത് ഓർഡർ കൊടുത്തിട്ട് അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ വെള്ളം കുടിച്ച് ക്ഷമ നശിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലും കമൻട്രിക്ക് ഒരു കുറവില്ല. ഒരാൾ ഇപ്പോൾ വരുമോ ഓർഡർ നോക്കിക്കൊണ്ടിരിക്കുന്നു.
എക്സ്പ്ലനേഷൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു മിൻറ്റ് വാട്ടറിനെ പറ്റി. ഇപ്പോഴാണ് ദേവു അതിലത്തെ ലെമൺ കണ്ടത്. സോ ലെമണിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, വെള്ളമൊക്കെ കുടിച്ച് ഇപ്പോഴേ ഇതാക്കിയിട്ട് കാര്യമില്ല, ഫുഡ് വരുമ്പോൾ അത് മൊത്തം കഴിക്കാനുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് കാണുമ്പോഴേക്കും വിശപ്പ് തീരുന്ന വ്യക്തിയാണ്. എനിക്ക് വിശക്കും, ബട്ട് സ്റ്റിൽ എനിക്ക് ഫുഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മതി എനിക്ക് മതിയായി ആ ഒരു റൂട്ടാണ്. പക്ഷെ ഇവർ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ നന്നായി കഴിക്കും. എനിക്കിതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരിക, ഞാനും തേജും കൂടി ബാർബിക്യൂ നേഷനിൽ പോയിട്ടുള്ളത്. എന്നെക്കൊണ്ട് ഒരിക്കലും ആ സംഭവം ഒന്നും അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റില്ല, ബട്ട് തേജു ക്യാൻ. അങ്ങനെ ഫൈനലി ആഫ്റ്റർ ദ വെയിറ്റ് ഫുഡിൻ്റെ സ്റ്റാർട്ടേഴ്സ് വന്നു. ഇതിനെ സ്റ്റാർട്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല, മയണൈസും ചട്നിയും സാലഡും. അപ്പോൾ മാസ്റ്റർ ഷെഫ് കളിക്കുന്നതാണ് ഈ കാണുന്നത്. ആദ്യം നല്ല വൃത്തിക്ക് പരാജയപ്പെട്ടു. അപ്പോൾ തോൽവി ഒന്നുകൊണ്ട് മതിയാവാണ്ട് അടുത്തത് എൻ്റെ പ്ലേറ്റിലും കൂടെ ആ പരീക്ഷണം നടത്തുകയാണ്. ആദ്യത്തെ പരീക്ഷണത്തെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഫാർ ബെറ്റർ. അപ്പോൾ എത്ര മാർക്ക് കൊടുക്കാമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 6 out of 10. ഞാൻ 6 ഒന്നും പറ്റില്ല, അതൊക്കെ ഭയങ്കര കൂടുതലാണ്, ഇനി വേറെ പ്ലേറ്റുകളുണ്ട് വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ നിരുത്സാഹപ്പെടുത്തി വിട്ടു. 2 പ്ലേറ്റിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഫുഡ് എത്തി. അൽഫാം മന്തിയാണ്. ചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാനിങ്ങനെ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് വന്നിട്ട് കൈ കഴുകാം എന്ന് പറഞ്ഞ് ചേച്ചിയും അനിയനും കൈ കഴുകാൻ പോയിക്കാണ്. അപ്പോൾ അതേ അപ്പുറത്ത് വഴിയുണ്ട്. ഞാനവിടെ ക്യാമറ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഏതൊക്കെയോ കാടും മേടും എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ ചാടി കിടന്നിട്ടപ്പോൾ ഒരാൾ കൈ കഴുകാൻ വേണ്ടി അടുക്കളയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. വഴി തെറ്റി നല്ല അന്തസ്സായി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു. പിന്നെ എല്ലാവർക്കും സെർവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്യാമറ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ദേവിക ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പൊതുവെ പറയാറ്, പക്ഷെ നമ്മളത് മാറ്റിയിട്ട് ജെൻസ് ഫസ്റ്റ് ആക്കി. നമ്മുടെ കൂട്ടത്തിൽ ചെറിയ ആൺകുട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പം അവനെ സെർവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ചേട്ടൻ വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നു, കാർ അൺലോക്ക് ചെയ്ത് കൊടുത്തു സോ ദാറ്റ് ഹി ക്യാൻ കീപ്പ് ഹിസ് ബാഗ് ദെയർ. അപ്പോൾ ബാഗൊക്കെ വെച്ചിട്ട് ആളിപ്പോൾ മേലേക്ക് വരും. അപ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ സെർവ് ചെയ്യാണ്. ബൈ ദ വേ, ഞാൻ കഴിച്ചതിൽ വെച്ച് ഇവിടുത്തെ മന്തി കമ്പാരിറ്റീവ്ലി ഭയങ്കര നല്ലതാണ്. റൈസൊക്കെ ഭയങ്കര ഫൈൻ കുക്ക്ഡ് എന്ന് പറയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊടി വേവ് ഇല്ല, പ്രശ്നമില്ല. അൽഫാം മന്തിയും അൽഫാമും സൂപ്പറാണ്. ഭയങ്കര കരിഞ്ഞ ഫ്ലേവറില്ല, നല്ലതാണ്. എനിക്ക് അവിടെ കിട്ടുന്നതിനേക്കാളും ഇവിടുത്തെ മന്തി നല്ലതാണ്. ഞാനൊരു മന്തി ഫാനല്ല, സ്റ്റിൽ. ഇനി ഓരോരുത്തരുടെ കഴിക്കൽ എക്സ്പ്രഷൻസാണ്. ദേവിക പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് നല്ല എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ റിയാലിറ്റി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. ആക്ടിങ് മാറിയിട്ട് ഒറിജിനൽ കഴിക്കൽ. അപ്പോൾ അതേ ചേട്ടൻ വരണില്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പ്ലേറ്റിൽ ഫുഡ് എടുത്താലേ ബാക്കിയുള്ളവർ കഴിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ജസ്റ്റ് എൻ്റെ ഫുഡും കൂടെ ഇട്ടു. ഇപ്പോൾ ദേ ആക്ടിങ് മാറിയിട്ട് ഒറിജിനൽ കൈൻഡ് ഓഫ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ദേവിക എന്തോ കമൻട്രി നടത്തിയാണ് അതിനെ കളിയാക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ അക്രമം ചെയ്യുന്നത് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കണ്ടത്, ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. അപ്പോൾ ആള് രാവിലെ 7 മണിക്ക് പോയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 8:30 ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഹെവി ഷെഡ്യൂളൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. സോ നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. നല്ല സ്പീഡിൽ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മന്തി അടിപൊളിയായിരുന്നു എന്ന്. അപ്പോൾ ചേട്ടനും അനിയത്തിയും കൂടിയിട്ട് ഭയങ്കര കാര്യമായ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അവർ കഴിച്ചുകൊണ്ടിരിക്കുക. ദേവികയുടെയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ചേട്ടൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ചേട്ടൻ കഴിക്കുന്നു. ഇവർ സ്ഥിരമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂവി 9 മണിക്കായിരുന്നു. അപ്പോൾ കുറച്ചധികം ടൈം ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളൊരു ഡ്രൈവിന് വേണ്ടിയിട്ട് കുറച്ച് ദൂരം പോയി.
ഈ ടൂത്ത് പിക്ക് എന്തിനാണ് വായിൽ വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേ നേരമായി പറയുന്നു അത് കളയൂ, നീ ഷോട്ട് ഇട്ടോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യെല്ലോ സാധനം നിവ്യയുടെയാണ് കേട്ടോ. ലാസ്റ്റ് ടൈം നമ്മൾ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയപ്പോൾ അവളിതിൽ മറന്നു വെച്ചിട്ട് പോയതാണ്. നിവ്യ ഈസ് ഓൾസോ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്ത് ഒരു നൈറ്റ് ഡ്രൈവ്. ബട്ട് നൈറ്റ് ഡ്രൈവ്സിന് എപ്പോഴും ബൈക്കാണ് നല്ലത്. ഐ നെവർ എൻജോയ് നൈറ്റ് ഡ്രൈവ്സ് ഇൻ കാർ. ഇവർ ചേട്ടനും അനിയത്തിമാരും അനിയനും കസിൻസും മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നു, കളിയാക്കുന്നു. കഴിഞ്ഞിട്ട് അവർക്ക് പെപ്സി വേണം ഒന്നും കൂടെ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അത് വാങ്ങിച്ചു വന്നു, അവർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ പറയണ്ടേ ഇനിയെങ്കിലും ആ ടൂത്ത് പിക്ക് ഒന്ന് കളയൂ. എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഫൈനലി അത് കളഞ്ഞു. നിനക്ക് സമാധാനമായോ? അതാണ് ആ സംഭവം. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് സീറ്റ് ബെൽറ്റ് മുഖ്യം ബിഗിലേ. അപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് മെല്ലെ നമുക്ക് പോകാം. ഇനി ടൈം ഓൾമോസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് മെല്ലെ തിയേറ്ററിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. ഇത് ഷൊർണൂരുള്ള ഒരു തിയേറ്ററാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മൂവി ഉണ്ടല്ലോ, വിച്ച് ഇസ് ദാറ്റ് മൂവി, ലോക. അപ്പോൾ നമ്മൾ ലോക കാണാൻ വേണ്ടി കയറി. നല്ല മൂവിയാണ്, പക്ഷേ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആവില്ല. ഒരു ടീനേജ് ടു ഒരു യൂത്ത്, അതിന് കുറച്ചും കൂടി മേലേക്ക് വരെ പോകും, അത്രയൊക്കെ പറ്റുള്ളൂ. നല്ല ഏജ്ഡ് ആയവർക്കൊന്നും പറ്റില്ല. പിന്നെ വേറെ ഒന്നും ഷൂട്ട് ചെയ്തില്ല, നമ്മൾ നല്ല ലേറ്റായി. നെക്സ്റ്റ് നമ്മൾ അമ്പലത്തേക്ക് പോകാനുള്ള അക്രമമാണ് ഈ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞു ഷോട്ട് നമ്മൾ റെഡി ആവുന്നിടത്തുനിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറിൽ കയറി. അപ്പോൾ എല്ലാവരും കൂടെ വർത്തനൊക്കെ പറഞ്ഞ് ഡിവോഷണൽ സോങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. ബട്ട് യു നോ വാട്ട്, ഫുൾ മഴയായിരുന്നു. നമ്മൾ ഫുള്ള് വ്ളോഗ് ചെയ്യണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ബട്ട് ഒരു നിവൃത്തി ഉണ്ടായില്ല, ഫുള്ള് മഴ. നമ്മൾ പോയി തിരിച്ചെത്തുന്ന വരെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഇങ്ങനെ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും മഴയത്ത് എന്തിനാണ് ഈ സാരി എന്നൊക്കെ ഇട്ടിട്ട് വന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ മഴ പെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ വടക്കുന്നാഥനിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടു, പൂവൊക്കെ വിൽക്കുന്ന ആൾക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടമല്ലേ. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ എല്ലാം നാശമാവും ചെയ്യും. പിന്നെ ഈ ഫുട്പാത്തിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് അവർക്കൊരു കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടൈമാണ്. ആ ടൈമിൽ മഴ ഇങ്ങനെ ചതിച്ച് കഴിഞ്ഞാൽ അവരുടെ ചിലപ്പോൾ കുറേ നാൾക്കുള്ളൊരു ഇൻകം ആയിരിക്കും ഇത്. അപ്പോൾ അത് ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ റൗണ്ടിലൊക്കെ ഒന്ന് ചുറ്റി എല്ലായിടും ഒന്ന് കണ്ട്. ഇന്നിപ്പോൾ വലിയ പൂക്കളൊന്നും കണ്ടില്ല. അത്തത്തിൻ്റെ അന്ന് ഭയങ്കര വലിയ പൂക്കളാണെന്ന് പറഞ്ഞു. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന്. അപ്പോൾ നമ്മൾ റൗണ്ടൊക്കെ ചുറ്റി മെല്ലെ അമ്പലത്തേക്ക് കയറാനുള്ള സെറ്റപ്പിലാണ്. കണ്ടു, മഴ നിൽക്കുന്നേ ഇല്ല. നമ്മളാണെങ്കിൽ കുടയും കൊടുത്തിട്ടില്ല. നമ്മളിന്ന് ആ മഴ മൊത്തം കൊണ്ടു. ഭയങ്കര ഒരുങ്ങിക്കെട്ടിയൊക്കെ പോയതെല്ലാവരും. ഒരു കാര്യം ഉണ്ടായില്ല. തൊഴുതു, ബട്ട് ഒരു സാറ്റിസ്ഫൈഡായിട്ട് പ്രദക്ഷിണം വയ്ക്കാനോ ഒന്നിനും പറ്റിയില്ല. ഈ മഴ കാരണം തോന്നുന്നു കുറച്ച് തിരക്കൊക്കെ കുറവ്. വൈകിട്ടാകുമ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടാവും. രാവിലെ വാസ് ടു ബെറ്റർ. ഞാൻ വിചാരിച്ചു നല്ല ബ്ലോക്കൊക്കെ കിട്ടുമെന്ന്. വലിയ ബ്ലോക്കൊന്നും കിട്ടില്ല. കൃത്യം 1 hour നമ്മളെത്തി. അങ്ങനെ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഫൈനലി നമുക്ക് പാറമേക്കാവിലേക്ക് ഒന്നും പോകാൻ പറ്റിയില്ല മഴ കാരണം. ഇവിടെ നിർത്തിയതേ ഓർമ്മയുള്ളൂ. പിന്നെ അധികം ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആകെ എടുത്ത ഷോർട്സാണിത്. പിന്നെ അധികം ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മളെടുത്ത 2-3 ഫോട്ടോ വെച്ച് ആ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊക്കെ എടുക്കുമ്പോഴും എല്ലാം മഴയാണ്. നമ്മൾ നനഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീ സിദ്ധി വിനായക ആ ഷോപ്പിൽ കയറി. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ബ്ലാക്ക് ഡ്രസ്സും ആ റെഡ് ഡ്രസ്സും
ഇത് ഇവരുടെ സ്റ്റാഫാണ്. ഓണായതുകൊണ്ട് ഇവർ സ്റ്റാഫിനെ ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ജെൻസ് എല്ലാം ബ്ലാക്ക് ഷർട്ടും മുണ്ടും, ഈ ചേട്ടൻ പാൻറ്റാണ് ഇട്ടിരിക്കുന്നത്. ബട്ട് കമ്പാരിറ്റീവ്ലി ബാക്കി എല്ലാവരും ഷർട്ടും മുണ്ടുമായിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് 2 ടേബിളിലായിട്ട് ഇരിക്കേണ്ടി വന്നു. ഗേൾസ് എല്ലാവരും ഒരു മെറൂൺ ടോപ്പും ഒരു ക്രീം വൈറ്റ് സ്കേർട്ടും. അങ്ങനെ അവരുടെ തൊപ്പിദോശ എത്തി. ഞാനിതിനെ തൊപ്പിദോശ എന്നാണ് പറയാറ്. ചിലയിടത്തൊക്കെ നെയ് റോസ്റ്റ് നമുക്ക് റോളായിട്ട് തന്നെ തരും, ചിലയിടത്ത് മാത്രമേ ഇങ്ങനെ തരുള്ളൂ. എനിക്കിതിങ്ങനെ തരുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ 3 പേർക്കുള്ളത് വന്നു. എൻ്റെ തൊപ്പിദോശയാണ് അവർക്ക് കൊണ്ടുവച്ച് കൊടുത്തത്. അതെനിക്കിഷ്ടപ്പെട്ടില്ല. അവരുടെ 2 പേരുടെയും മസാല ദോശയാണ്. ആ ചേട്ടൻ തെറ്റി വെച്ചു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഡ്രസ്സിൻ്റെ കാര്യം ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഭയങ്കര പ്ലസൻറ്റ് ഫോർ ദ ഐസ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. നല്ലതാണ്. പിന്നെ അവിടെ ഒരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അവരുടെ ഹോട്ടലിൻ്റെ നെയിമിനോട് ഭയങ്കര നീതി പുലർത്തിയ പൂക്കളാണ്. സിദ്ധി വിനായക. സോ ഒരു വിനായകൻ്റെ പ്രതിഷ്ഠ, ഒരു ഇതുണ്ട്. അതിന് അവർ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വിനായകൻ്റെ തന്നെ പൂക്കളും അടിപൊളിയായിട്ടുണ്ട്. ഫുഡ് നല്ലതാണ്, സർവീസ് നല്ലതാണ്. നമുക്ക് നന്നായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ മഴ ആയതുകൊണ്ട് വീണ്ടും ഷൂട്ട് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ നമ്മൾ വീട്ടിലെത്തി. നെക്സ്റ്റ് ഡേ ഓണായതുകൊണ്ട് പ്രിപ്പറേഷൻസിലേക്ക് കടന്നു. തലേ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളിലേക്ക് മെല്ലെ കടന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കൊണ്ട് നമുക്ക് ഫസ്റ്റ് വ്ളോഗിങ് എന്ന പരിപാടി അവസാനിപ്പിക്കാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.